ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല യേശു. യേശുവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുക. നിങ്ങൾ ലജ്ജിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്, പക്ഷേ വചനം പറയുന്നു ഒരു കാലത്തും നീ ലജ്ജിക്കത്തില്ല. ലജ്ജിപ്പിക്കാത്ത ആ യേശുവിനെ നമ്മൾ ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ പോവാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷം വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനം ഈ മക്കളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇടയായ അനുഗ്രഹീതമായ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ആവശ്യത്തിന്മേൽ കർത്താവ് കൈ നീട്ടണമേ. അവർ ദൈവസന്നിധി സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലജ്ജിപ്പിക്കാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 24-ാമത്തെ വചനം. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ആണ് നമ്മൾ വായിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. പ്രാർത്ഥനാപൂർവമായിരിക്കാം. ആ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മളോട് സംസാരിക്കാൻ പോകുക. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. വളരെ ഗഹനമായ ഒരു ആത്മീക ധ്യാനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിനകത്ത് മറിഞ്ഞു കിടക്കുന്ന 100 ചോദ്യങ്ങൾക്ക് ഇന്നത്തെ വചന ധ്യാനം ഒരു മറുപടിയായി മാറും. യെശയ്യാവിൽ മുഴങ്ങിയ ഒരു പ്രവചന ശബ്ദമാണ് ഇന്നത്തെ ധ്യാനം. ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിയായ കാര്യങ്ങളുടെ ചില വിവരണങ്ങളൂടെ ഈ തിരുവചന ഭാഗത്തേക്ക് കയറി വരും. പ്രാർത്ഥനാപൂർവം ഇരുന്നാൽ ദൈവം തിരുവചനത്തിൽ കൂടെ ഹൃദ്യമായി നിങ്ങളോട് സംസാരിക്കും. ഒരു മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം ഹൃദയബന്ധമാണ്. ഹൃദയബന്ധമാണ്. ഒരാമീൻ പറഞ്ഞാൽ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന തൊട്ട് ചോദിച്ച ദൈവവുമായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ചിലരുടെ ബന്ധം കയ്യടി ബന്ധമാണ്. ഹല്ലേലൂയ. ചിലരുടെ ബന്ധം സ്നാനജലത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടതിന്റെ ബന്ധമാണ്. ഇതൊന്നുമല്ല ദൈവത്തോടുള്ള ബന്ധം. അതൊരു ഹൃദയബന്ധമാണ്. അത് സൂക്ഷിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. കാര്യസാധ്യത്തിനല്ല പ്രാർത്ഥിക്കേണ്ടത്. കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവൻ നടത്തി തരും. ഉറപ്പുള്ളവർ ആമീൻ പറഞ്ഞു തുടങ്ങണം. നമ്മളൊരു ചർച്ചിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതേ പലരും പല ഉദ്ദേശത്തോടെ എടുക്കുന്നവരുണ്ട്. വീട്ടിൽ അമ്മ പ്രായമായി കിടക്കാം, മരിക്കുകയെല്ലാം ചെയ്യാൻ എന്തോ ചെയ്യും, അതുകൊണ്ടൊരു മെമ്പർഷിപ്പ് ഇരിക്കട്ടെ. ഒരു മോൻ തലതിരിഞ്ഞ് നടക്കുക, കല്യാണപ്രായമൊക്കെ ആയി വരുന്നുണ്ട്, 27 വയസ്സൊക്കെ ആയി, സുളുവിൽ പോയി ഒരു മെമ്പർഷിപ്പ് എടുക്കുക. വെറുതെ ശ്രദ്ധിച്ചേ, ഇതുകൊണ്ടൊന്നും അർത്ഥമില്ല. ഇത് ദൈവത്തോടുള്ളൊരു ഹൃദയബന്ധം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ വന്ന് കുറച്ചു നേരം കൈയടിച്ചു വെച്ച് പോയാൽ നമ്മുടെ മുമ്പെയുള്ള കയ്യടിയുടെ ആട്ടം കണ്ട് പ്രസാദിക്കുന്ന ദൈവമാണോ ഇതെന്റെ ദൈവമല്ല. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം, ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. ഈ പ്രാർത്ഥനയിൽ ഒരേ കാര്യം പറയാനുള്ളൂ, അവൻ നിന്നെ കർത്താവിന്റെ കരമൊന്ന് തൊടട്ടെ. ഇവിടെ ഒരു പ്രവചന ശബ്ദമാണ്
വിഷയമാണ്, അതിനകത്താണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് ഹൃദ്യമായി സംസാരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത ഉണ്ടോ എന്നല്ല എൻ്റെ ചോദ്യം. ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? ഒരാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നു, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. സംഭവിക്കും. ഞാൻ നിർണയിച്ചതുപോലെ. വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ചിന്തിക്കുക. ആര്? ആര്? ദൈവം. നമ്മൾ ഇച്ചിരി ഗഹനമായിട്ട് വരാം. അപ്പം ആരൊക്കെ എന്തൊക്കെ നിന്നെ കുറിച്ച് പറഞ്ഞാലും ദൈവം വിചാരിച്ച പോലെ തന്നെ സംഭവിക്കും. അപ്പൊ ഒരു കാര്യം, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ മനസ്സിൽ വിചാരം ഉണ്ടാകണമെങ്കിൽ നീയും ദൈവവും തമ്മിലൊരു ബന്ധം ഉണ്ടാകണം. മനസ്സിലായി? ഇപ്പൊ സ്തോത്രമൊക്കെ ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട്. സ്തോത്രം ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട്. അനിബ്രതന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ രോഗസൗഖ്യമായെന്ന് വരാം, ശുശ്രൂഷിക്കുവാൻ ഭൂതം പോയെന്ന് വരാം. എന്റെ ബ്രദർ എന്നോ ശുശ്രൂഷ, നിങ്ങളുടെ കമന്റ് ആയിരിക്കും. അല്ലെ കൊള, ഇതൊന്നും എന്റെ ബാധകമല്ല. നിനക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ കുറിച്ച് എന്റെ ദൈവത്തിന്റെ മനസ്സിൽ തീരുമാനമുണ്ട്. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ചിലരുടെ വിചാരങ്ങൾ മാറാൻ പോവുക. ദൈവം വിചാരിച്ചത് തന്നെ സംഭവിക്കും. മനസ്സിനകത്ത് 1000 വട്ടം വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം എന്നെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഈ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ വേറെ ഒരു ശക്തിയെ നമുക്ക് പേടിയില്ല. എന്റെ ബ്രദറെ, എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര മന്ത്രവാദം, അവൻ ചെയ്തോട്ടെ. അവന്റെ പണിയാ മന്ത്രവാദം ചെയ്യുന്ന, നമ്മുടെ പണിയാ ഈ ബന്ധം മുറിയാതെ സൂക്ഷിക്കുക. ഒരാമീൻ പറഞ്ഞാട്ടെ. എനിക്ക് ചിലരോട് ആത്മാവിനൊരു പ്രവചന ദൂത് പറയാറുണ്ട്. ഈ ബന്ധം മുറുകെ പിടിച്ചാൽ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിൽ ഇന്ന് മകൾ ചതച്ചു കളയും. ഓ നെയിം ഓഫ് ജീസസ്. ദൈവകൃപയുടെ വ്യാപാര ശക്തി വെളിപ്പെടുകയാ. പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചോ സ്നേഹിത, ഈ ബന്ധം മുറിയരുത്. ഈ കഴിഞ്ഞ ദിവസേ ഞാനിവിടെ പ്രസംഗിച്ചപ്പോ കൊരിന്ത്യ ലേഖനത്തിലെ ഒരു വാക്യം പ്രസംഗിച്ചായിരുന്നു. സ്തോത്രം. വാക്യം ഇതായിരുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നവനെ കർത്താവ് അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ആരറിയും? ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചു, കർത്താവിന് നിന്നെ അറിയാമോന്ന് ചോദിച്ചു. ഈ ബന്ധം അങ്ങോട്ട് ദൃഢമാക്കുമ്പോൾ ഈ ബന്ധത്തിനെതിരെ നിൽക്കുന്നതൊക്കെ പൊട്ടും. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ വിചാരങ്ങൾക്ക് മാറ്റമില്ല. ഒരാമീൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ നീയും ഞാനും ഉറക്കേണ്ട ഒരു മേഖലയാണ്. ദൈവം വിചാരിച്ചത് തന്നെ സംഭവിക്കും. ഒരാമീൻ പറഞ്ഞു വണങ്ങണം. ഒരാമീൻ പറഞ്ഞു വണങ്ങണം. ദൈവം വിചാരിച്ചത് തന്നെ വെളിപ്പെടും. നമ്മുടെ കൈവെടുത്ത് വെച്ച് പറ, കർത്താവ് വിചാരിച്ചാൽ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ കർത്താവ് നമ്മളെ കുറിച്ച് വിചാരിക്കണമെങ്കിൽ നമ്മളെ കർത്താവ് അറിയണം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളെ കർത്താവിന് അറിയാം? അപ്പൊ ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ച കുറെ വിഷയത്തിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അതാണ് വിടുന്നത്. കുഴഞ്ഞോ? കർത്താവിന് നിങ്ങളെ അറിയോ? ഒരു ചെറുക്കനും പെണ്ണും കൂടെ പ്രേമിക്കുക. വീട്ടുകാരെ അറിഞ്ഞ് പ്രേമോ ഉണ്ട്, അറിയാതെ പ്രേമോ. എനിക്ക് ഈ കേരളത്തിലെ സിസ്റ്റം അറിയത്തുള്ളൂ. ഞങ്ങൾ ഒത്തിരി രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ ഫോൺ ചെയ്യുമ്പോൾ പറയും, ബ്രദറെ എൻ്റെ മോളൊരു പയ്യനെ ഒന്ന് പ്രേമിക്കാൻ പ്രാർത്ഥിക്കാമോ? ഷോ, അങ്ങനെയൊക്കെ കൊടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അല്ല. അവിടെ കൊച്ചു കണ്ടുപിടിച്ചോണം, കുറെ നാൾ കഴിഞ്ഞാ തീരുമാനിക്കുന്നേ.
കല്യാണം കഴിക്കണോ? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഞങ്ങളുടെ കാലഘട്ടമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത കാലഘട്ടം വരുമ്പോ, ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ കുറച്ചു പേര് കടം ഉണ്ടായിട്ടൊക്കെ കർത്താവിൻ്റെ അടുക്ക വന്നു അല്ലേ? പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ അടിയായിരുന്നു. അന്നേരം കർത്താവിൻ്റെ അടുക്ക വന്നു. എൻ്റെ ഭയങ്കര അടിയായിരുന്നു, മാറാൻ കർത്താവിൻ്റെ അടുക്ക വന്നു. പിന്നെ ഭയങ്കര സാമ്പത്തിക പ്രശ്നം. അടുത്ത ജനറേഷനിൽ ഇതൊന്നുമില്ല. കാര്യം കല്യാണം ഇല്ലല്ലോ ഭാര്യയും ഭർത്താവും കൂടെ അടിക്കാൻ. അടുത്ത ജനറേഷനിൽ എന്തോ വരുന്നില്ല, ഇല്ല. ആണും കൂടെ അവരെ കെട്ടു തുടങ്ങിയത്. ഇനി പലതും നടക്കും. സാമ്പത്തിക പ്രശ്നം, അവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ദൈവം അതവർക്ക് ഒട്ടും വേണം. ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒരു ചെറുക്കനും പെണ്ണും കൂടെ പ്രേമിക്കുക. ഈ പെൺകുട്ടിയുടെ വീട്ടില് ചെറുക്കന്റെ ഫോൺ ചെന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ചെറുക്കൻ പെണ്ണ് ഫോണിൽ അടിച്ചിട്ടേക്കുന്നത് ആൺപിള്ളേരുടെ പേരല്ല, പെൺപിള്ളേരുടെ ഇട്ടേക്കുന്നത് സുനു. അപ്പൊ സുനു എന്ന് ഇട്ടേക്കുക. വിളിക്കുന്നത് ബാബുവ. എന്റെ സഹകരിക്കണം, ഇങ്ങോട്ട് നിങ്ങൾ സഹകരിക്കണം. അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നുണ്ട്. കാമുകന്റെ മനസ്സിലെ ചിന്ത എപ്പോഴും വിളിക്കണേ എന്ന്. ആരാ? തൻ്റെ കൂട്ടാളിയാകാൻ പോകുന്നവൾ എന്നെ വിളിക്കണേ എന്നാണ് ആരുടെ ആഗ്രഹം? കാമുകന്റെ ആഗ്രഹം. ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുക, സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സ്നേഹിക്കുന്ന പയ്യനെ വിളിക്കുന്ന ഫോൺ എടുക്കുന്നത് എങ്ങനെയാണ്? ഹലോ ആണോ? ഹലോ അല്ലേ? രണ്ടാന്ന് പറഞ്ഞല്ലേ? ഇതുപോലെ നീ ദൈവമെന്ന് വിളിക്കുമ്പോ മേളിൽ അറ്റൻഡ് ചെയ്യേണ്ടത് അതുപോലെ വെല്ലോരുടെ കെയർ ഓഫിലൊന്നും പരിചയപ്പെടേണ്ട, ഡയറക്റ്റ് ആയിട്ട് പരിചയപ്പെടാൻ. അമ്മയെന്ന് അനിയത്തിയോടും ചേട്ടത്തിയോടും ഒന്നും പറയണ്ട, നീ നേരിട്ട് അങ്ങ് വിളി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ ഇച്ചിരിയുടെ ഗഹനമായ കാര്യം പറയാ. ഒന്ന് കൈ കൊടുത്ത് വെച്ച കർത്താവിനോട് നേരിട്ടൊരു ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞെ, ഞാനൊരു മർമ്മം പറയാം. നിന്നെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ യേശു അറിയുമെങ്കിൽ, യേശുവിന് നിന്നെ അറിയാമെങ്കിൽ, നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 1000 മന്ത്രവാദികൾ മന്ത്രപൂജകം നടത്തിയാലും നിനക്ക് ഒരു കേടും വരത്തില്ല. കാരണം നിന്നെ ഒരുവൻ അറിയുന്നു. യേശു നിന്നെ അറിയുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇച്ചിരി ഗഹനമായി ഈ ദൂതിലേക്ക് വരിക. പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്ക് ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. അപ്പം സൈന്യങ്ങളുടെ യഹോവ, വായിച്ച് കേൾക്കാം നമുക്ക് ആ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഒന്ന് കൈ കൊടുത്തോളാം. സംഭവിക്കും എന്ന് പറഞ്ഞു. സംഭവിക്കും. ഇന്ന് നിങ്ങൾ തന്നെ ഈ ദൂതിനെ സ്വീകരിക്കാൻ പോകും. സംഭവിക്കും. നിന്റെ എതിരാളി എത്ര കരുത്തനാണെങ്കിലും ദൈവം വിചാരിച്ചത് തന്നെ സംഭവിക്കും. നിന്നെ കുറിച്ച് ദൈവം ചിലത് വിചാരിച്ചിട്ടുണ്ട്. സാഹചര്യമല്ല ദൈവം ചോദിക്കുന്നത്, അവസ്ഥയല്ല ദൈവം ചോദിക്കുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നല്ല ചോദിക്കുന്നത്, അവൻ വിചാരിച്ച പോലെ. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ നമുക്ക് ചിലർക്ക് പ്രാർത്ഥിച്ച അറിയത്തില്ല ദൈവം എന്താണ് നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്. ഞാനത് കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് കടം കയറിയ ആൾക്കാര് ഞങ്ങളടുക്ക പ്രാർത്ഥിക്കാൻ വരും. അവർ ചോദിക്കുന്നേ, എവിടുന്ന് പൈസ ബ്ലേഡിൽ നിന്ന് എടുക്കാമെന്നല്ല ചോദിക്കുന്നത്, കർത്താവിന് ഞങ്ങളെ കുറിച്ചുള്ള തീരുമാനം ഒന്ന് അറിയണം. ഒരു ആമീൻ വരുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരാള് 2 സഹോദരങ്ങള് ഞങ്ങളെ കാണാൻ വന്നു. ഫ്ലൈറ്റിൽ കൊച്ചി വന്ന് അവിടുന്ന് കാർ ഓടിച്ച് വീട്ടിൽ വന്ന് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. അവരൊരു കാര്യം ചെയ്യാൻ പോവുക, അതിനകത്ത് ദൈവത്തിന്റെ തീരുമാനം വരണം. 5 മിനിറ്റ്സ്. ആ തീരുമാനം പറഞ്ഞാൽ അവരപ്പോഴേ തിരിച്ചു പോകും.
ഞാൻ അവരോട് ചോദിച്ചു, ഒരു 45 മിനിറ്റ് ഫ്ലൈ ചെയ്ത് 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് 5 മിനിറ്റ് ഒരു തീരുമാനം അറിയാൻ വന്നേക്കോ. ഞാൻ തിരിച്ചു ബാംഗ്ലൂരിൽ ചെന്നപ്പോ ഞാൻ അവരെ പേഴ്സണലി കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനൊരു വരവ്? ഉത്തരം, ഇന്ന് വരെ ഞങ്ങൾ ഏത് സ്റ്റെപ്പ് എടുത്താലും ആ തീരുമാനം അറിഞ്ഞിട്ടേ ചെയ്യത്തു. അതുകൊണ്ട് ഇന്ന് വരെ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ തീരുമാനം അറിയണം. നിന്നെ കുറിച്ചുള്ള അവന്റെ വിചാരം അറിയണം. അത് ഇന്ന് പകൽ അതുപോലെ സംഭവിക്കട്ടെ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോഴേ ചില ഗഹനമായിട്ട് ഇന്ന് പോവുകയാണ്. ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനങ്ങളെ ദൈവത്തോട് അടുത്തിരുന്ന് പ്രാപിച്ചവർ ബൈബിളിലുണ്ട്. അവരാണ് പ്രതിസന്ധിയിൽ കുലുങ്ങാതെ നിന്നിട്ടുള്ളത്. ഒരാമയും പറഞ്ഞാട്ട്. നിന്നെ കാണുന്ന ചിലർക്ക് ആശ്ചര്യം വരണം, ഇവൻ എങ്ങനെ ഈ പ്രതിസന്ധിക്കകത്തൂടെ പോയി. അത് കൈയുടെ ബലമല്ല, ജീസസ്, അത് കുടുംബമഹിമയുടെ ബലമല്ല, മറിച്ച് ഒരുവന്റെ തീരുമാനം അറിഞ്ഞതുകൊണ്ട്. ഏതൊക്കെ പ്രതിസന്ധി നിനക്ക് മുമ്പിൽ വന്നാലും ദൈവം തീരുമാനിച്ച പോലെ തന്നെ സംഭവിക്കും. എവിടേക്കോ പരിശുദ്ധാത്മാവിന്റെ ചലനം ഞാൻ ആത്മാവിൽ കാണുക. സാഹചര്യം നോക്കി ചിരിച്ചോണ്ട് പറ, ദൈവം തീരുമാനിച്ച തന്നെ സംഭവിക്കും. ഒരു മാറ്റം വരത്തില്ല. ദൈവത്തിന്റെ തീരുമാനം വെളിപ്പെടുക. നിന്റെ കുടുംബത്തിലെ ആധിപത്യം വെച്ചു പുലർത്തിയ സകല ദുരാത്മാവിന്റെ നിഗൂഢ പദ്ധതികളെ പിഴുതു മാറ്റിക്കൊണ്ട് രാജാക്കന്മാരുടെ രാജാവായ യേശു ഈ ആരാധനയുടെ നടുവിൽ വിളിച്ചു പറയുകയാണ്. എന്തോ ഇവിടെ മെസ്സേജ് എടുക്കുമ്പോൾ നിന്റെ വീട്ടിൽ ചിലത് നടക്കുക, നിന്റെ തലമുറ ഇരിക്കുന്ന രാജ്യത്ത് ചിലത് നടക്കുക. മനസ്സിനകത്ത് 1000 വട്ടം പറഞ്ഞു, ആരൊക്കെ നിന്നെ തടഞ്ഞാലും ദൈവം തീരുമാനിച്ചത് തന്നെ. നിന്റെ പ്രാർത്ഥനാ മുറിയിലെ തീരുമാനം വെളിപ്പെടുത്തി തരട്ടെ. നിന്റെ വചന ധ്യാനത്തിലെ തീരുമാനം വെളിപ്പെടുത്തി തരട്ടെ. സാഹചര്യം കൊണ്ട് മടുക്കരുത്, അവസ്ഥ കൊണ്ട് മടുക്കരുത്, കേട്ട വാർത്ത കൊണ്ട് പേടിക്കരുത്. അവൻ തീരുമാനിച്ചത്, അവൻ വിചാരിച്ചത് തന്നെ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ എന്നോട് കർത്താവിന്റെ ആത്മാ പറയുക, ഹല്ലേലൂയ, ഞാൻ തീരുമാനിച്ചത് തന്നെ സംഭവിക്കും, സംഭവിക്കും, സംഭവിക്കും. ബൈബിളിൽ വാക്യമുണ്ട്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമാണ്. കർത്താവിന്റെ മകള് സ്റ്റേജിലേക്ക് വന്നാട്ട് അവർക്കൊരു അത്ഭുത സാക്ഷ്യം കർത്താവിന് നിങ്ങളോട് പറയാനുണ്ട്. ആ സാക്ഷ്യം നമ്മളോട് പറയാൻ പോവുകയാണ്. കയറി നിന്നിട്ട് പറയുവാണെങ്കിൽ. ഹല്ലേലൂയ. നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാവശ്യം കൂടെ സാക്ഷിക്കാവുന്ന കണ്ണൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ആണ് ചെവിയുടെ ഓപ്പറേഷൻ 3 പ്രാവശ്യം ചെയ്തതാണ്. ചെറുപ്പത്തിൽ വലതുവശത്തെ ചെവിക്ക് 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. 3 പ്രാവശ്യം, 2 പ്രാവശ്യം ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രാവശ്യമാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അസ്ഥി ഒരെണ്ണം എടുത്ത് ചെവിക്കകത്തേക്ക് വരുന്ന ഒരു അസ്ഥി കൂടെ ആ ഓപ്പറേഷൻ എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു, എടുത്തു കളഞ്ഞു. അപ്പോൾ അത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ 10 വർഷത്തിന് മുമ്പേ ഇതുപോലെ തലകറക്കമായിട്ടിരിക്കുന്നു വന്നപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എടുത്ത് മാറ്റിയ കാര്യം അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ തലകറക്കത്തിന് സ്റ്റെമിറ്റിൽ MD തരുന്നുണ്ടായിരുന്നു, അത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം വരും. അപ്പോൾ ഇങ്ങനെ കൈക്കൊക്കെ വേദനയായി, ഈ വലത്തുവശത്തെ കൈക്ക് വേദനയായി. അപ്പം പിന്നെ എനിക്കൊരു സാധനം കൈ കൊണ്ട് വെയിറ്റ് ഒന്നും എടുക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഞാൻ ടി വി സ്ക്രീനിൽ ഇതുപോലെ കാണുമായിരുന്നു. യാത്ര ചെയ്യുമ്പോഴൊക്കെ വലിയ നീരും വേദനയും. സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്താണ് പുള്ളിക്കാരത്തിലെ ആ അസ്ഥി എടുത്ത് കളഞ്ഞ് ചെവിക്കകത്ത് ഭയങ്കര നീരും വേദനയും ഉണ്ടായി. ദിവസങ്ങളോളം ആ വേദന നിൽക്കും അല്ലേ? ദിവസങ്ങളോളം വേദനകൾ ഇങ്ങനെ നിൽക്കും. എന്താണ് തലയ്ക്കകത്ത് വേദനയും ഭാരവും ഒക്കെ ഉണ്ടായി. കൂടെ ഒക്കെ എഴഞ്ഞ് വരുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ നീർക്കെട്ടൊക്കെ ആകുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ വേദനയൊക്കെ ഭാരമായിട്ട് തോന്നും. അങ്ങനെ സാഹചര്യത്തിലാണ് ഈ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. ഞാൻ TV പ്രോഗ്രാമൊക്കെ കാണും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ പോയി. നിങ്ങളും പ്രകടനം കാണാനൊത്തില്ല, കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ TV സ്ക്രീനിൽ ഇതുപോലെ ഒരു സിസ്റ്റർ ഇതുപോലെ സാക്ഷി പറയുന്നു. അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുമായിരുന്നു ഞാൻ. അപ്പം അത് കണ്ടുകൊണ്ട് ഞാനും അടുക്ക ചെന്നു പ്രാർത്ഥിച്ചു. അപ്പം ആ TV സ്ക്രീനിലോട്ട് എൻ്റെ കൈയും വെച്ച് ഞാൻ ബ്രദറിൻ്റെ കയ്യിൽ എൻ്റെ കൈ മുട്ടത്തക്ക രീതി ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. നേരെ കൈ നീട്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ആ സാക്ഷ്യം കേട്ടത് ഒരാളുടെ ചെവി സൗഖ്യമായതാ. അത് എൻ്റെ ചെവി സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്ക് ഈ തലകറക്കമൊന്നിനും വരല്ല, എൻ്റെ കൈ കൊണ്ട് ഭാരമൊക്കെ എടുക്കണം, അതുകൊണ്ട് എനിക്ക് ആ സൗഖ്യം വേണമെന്നുള്ള 3 കാര്യങ്ങളാണ് പ്രാർത്ഥിച്ച. തലകറക്കം മാറണം, എൻ്റെ ചെവിക്കകത്ത് ഇനി നീര് വരരുത്, എൻ്റെ ചെവിക്കകത്തൂടെ യാത്ര ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ പ്രോബ്ലം ആയിട്ട് ഒന്നും ഉണ്ടാകരുത്, കൈ കൊണ്ട് വെയിറ്റ് എടുക്കാൻ കൃപ തന്നെ. ഈ 3 കാര്യങ്ങൾ TV സ്ക്രീനിന് നേരെ കൈ നീട്ടി പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അന്ന് തൊട്ട് പൂർണ്ണ സൗഖ്യം. അതിൽ പിന്നെ ഞാൻ തലകറക്കത്തിന്റെ ഗുളിയൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. തലകറക്കത്തിന്റെ ഗുളിക കഴിച്ചിട്ടില്ല. അതിനർത്ഥം യേശു സൗഖ്യമാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു മകൾ സാക്ഷി പറഞ്ഞത് കേട്ട് അപ്പോൾ കൈനീട്ടി പ്രാർത്ഥിച്ച ഈ മകൾ സൗഖ്യം. ഈ മകളുടെ സാക്ഷ്യം ഒട്ടനവധി പ്രാവശ്യം TV-യിലൂടെ ലോകത്തിലെത്തുമ്പോൾ ഇതുപോലെ 1000 സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് മഞ്ഞപ്പിത്തം വന്നായിരുന്നു. 29 വർഷങ്ങൾക്ക് മുൻപ്. 29 വർഷമായി, 30 വർഷമായി. മഞ്ഞപ്പിത്തം വന്ന് ലോകവൈദ്യന്മാരെല്ലാം തള്ളിയതാണ്. മരണത്തെ കുഞ്ഞിന് പാല് കൊടുക്കല്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടുന്നെല്ലാം എൻ്റെ കർത്താവിനെ രക്ഷിച്ചു. യേശു ജീവിക്കുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി ഇന്നും നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടുകൊണ്ട് ഇരിക്കട്ടെ. ഇന്ന് ദൈവവചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉണ്ടായല്ലോ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളുടെ 2 കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ജീസസ്, ലവ് യു ഫാദർ. ഞങ്ങളുടെ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ ഇപ്പോൾ വെക്കണം. അവരുടെ കടബാധ്യതയുള്ള മേഖലയിൽ യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറിപ്പോകണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നീങ്ങിപ്പോകണം. ബാധ പോലെ ഇവരുടെ കുടുംബത്തെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളും പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, ആ വീടിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. ആ വ്യക്തിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ ശുശ്രൂഷയെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങൾ കൊടുക്കുന്നത് ദൈവരാജ്യത്തിൽ വിലയേറിയതാണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. താഴെ കാണുന്ന അഡ്രസ്സുകളിൽ നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഓഹരി അയച്ചു തരിക. ദൈവരാജ്യം വളരട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ഹല്ലേലൂയ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കളയാതെ നമുക്ക് അനേകരെ ദൈവവചനം കൽപ്പിക്കാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.